ദൈവമേ. ലൈക്ക് അടിക്കട്ടെ. നീ മാറ്റിയ ഫോൺ. ദുബായിൽ മര്യാദക്ക് AC മെക്കാനിക്കിന്റെ ജോലി ചെയ്തിരുന്ന ആളാണ്. റീലായിട്ട് ഇപ്പൊ ഇറങ്ങിയൊക്കെയാണ്. ഫോണിലെന്ന് തിരിച്ച് വൈറലാവാൻ ഒരു യോഗം വേണേ. അതില്ല അയാൾക്ക്. ശരിയായിട്ടില്ല, നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ശരിയല്ലേ? ഇല്ല, റീൽസ് ശരിയാക്കരുത്. റീൽസ് ശരിയാക്കി പ്രൊഫഷണൽ നമ്മൾ സിനിമ നടനായി പോകും. നമുക്കൊന്നുകൂടെ എടുക്കാം. ഇങ്ങനെയാണോ ഉള്ള പണിയും കളഞ്ഞേച്ച് നടക്കുക, ബാക്കിയുള്ളവന്റെ വഴി മുടക്കാനായിട്ട്. വച്ചേ ഇവൻ എന്തോ കാണിക്കുന്നേ? എന്തോ ക്യാമറയോ? തലയിലൊരു തിരികെയും അരയിലൊരു പട്ടുകോണാനും ചുറ്റി ഇരിക്കുക. എന്നാ പിന്നെ ശരിയാക്കിട്ട് നിർത്തണോളൂ. അപ്പൊ ഇത് മതിയടി, പിന്നീട് ശരിയായിട്ടില്ലെന്ന് ഞാൻ റൂമിൽ കാണും, അവിടെ വെച്ച് മക്കളെ വിളി. നീ ഇവിടെ നിന്ന് അവൻ ശരിയാക്കും. എന്താടാ ചിരിക്കുന്നേ? ഒന്നുമില്ലേ? അപ്പൊ എന്തോണ്ടല്ലോ? അച്ഛന് കൊച്ചച്ഛനെ പേടിയല്ലേ? അപ്പൊ നിനക്കെന്നെ പേടിയില്ലേ? എനിക്ക് പേടിയില്ല, നമ്മുടെ ടീമല്ലേ. ആ കൊച്ചച്ഛ, അച്ഛനെ അഭിനയിക്കാൻ അറിയത്തില്ല. ആ സത്യം നിനക്ക് മനസ്സിലായി, എന്നിട്ട് അയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇന്നെന്താ കൊണ്ടുവന്നേക്കുന്നേ? ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ്. വാ തരാം. എന്റെ നടു. വിനോദേ, അറിഞ്ഞു കേട്ടാ? മോളെ നോക്കി പോയേ. അറിഞ്ഞെന്നാ? അന്നാണോ പറഞ്ഞത്? ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നീ അതെവിടെ ഇട്ടേക്കടാ, ഞാൻ അലക്കാം. വേണ്ട വേണ്ട, അമ്മലിക്കാലേ ചീടാണൊന്നും ചാവൂല, ഞാൻ തന്നെ അലക്കണം. അച്ഛനെന്തിനാ ലീവ് എടുക്കാൻ പറഞ്ഞത്? പെണ്ണ് കാണാൻ. ആർക്ക്? നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ടിന്. അല്ല പിന്നെ അമ്മ ഓക്കെയാണോ? അവന്റെ ഒരു വർത്താനം. സദ്യയൊക്കെ ഉണ്ടാവോ? ഇനി എനിക്കാണോ? കേട്ടോടാ, ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ ഫോൺ വന്നിരുന്നു. പെണ്ണ് കാണാൻ വേണ്ടി സാമ്പ്രാണിക്കുടി ചെല്ലാൻ പറഞ്ഞു. എന്ത് കൊടിയില്? സാമ്പ്രാണിക്കുടിയിൽ. വീട്ടിൽ വെച്ച് കണ്ടാ പോരെ? നാളും പേരും മാത്രം നോക്കി കല്യാണം കഴിച്ച നാട് ഇതുപോലെ ഇരിക്കും. എനിക്കെന്താ ഒരു കുറവ്? കുറവല്ലടാ, നിനക്ക് ഇത്തിരി കൂടുതലാ. എന്നാലും അവൾ എന്തിനാണോ സാമ്പ്രാണിക്കുടിയിൽ വരാൻ പറഞ്ഞത്? വെള്ളത്തിൽ പോയി ചാടാനല്ലോ നിന്നോട് പറഞ്ഞത്, പെണ്ണിനെ കാണാനല്ലേ. നീ പോയി കാണടാ. എടാ, ഒരു 10-11 മണിയാവുമ്പോ ദാ ഇവനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഈ അണ്ണനെ കൊണ്ട് പോവാനോ? ചേട്ടാ അവൻ്റെ കൂടെ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നേ അച്ഛന്റെ ചേട്ടനെയും കൊണ്ടാ. കണ്ടപ്പോ തന്നെ എന്നെ കെട്ടിക്കോളാൻ പറഞ്ഞു. കേൾക്കാം അങ്ങോട്ട്. അങ്ങേർക്ക് ഇത്രയും വൈരാഗ്യമുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അച്ഛാ, വല്യച്ഛന്റെ മരണം ഒരു സ്വാഭാവിക മരണം തന്നെയാണോ? I have some doubts. Tell me.